ഇതെന്തോന്ന് ചന്തയോ? എന്താ ഇവിടെ? അമ്മ ഈ ക്ലാരമ്മ. ഞാനല്ലമ്മേ. ആരായാലും കൊള്ളാം. ഇനി ഈ വീട്ടിൽ നിങ്ങളുടെ ഒച്ച പൊങ്ങിയ എല്ലാത്തിനും അടിച്ചു പുറത്താക്കും. എന്താ വെച്ച പ്രശ്നം? 3ാം ലോക മഹായുദ്ധം. എന്തോന്ന്? അത് ഇതിലും ഭേദമായിരിക്കും. എന്താ മോളെ? എന്താ ഇവിടെ? അവിടെ ചോദിച്ചാ മതി. എന്താ മുത്തശ്ശി? ഇവിടെ ചോദിച്ചാ മതി. എന്താ ഇവിടെ സംഭവിച്ചേ? ദേ ഇവിടെ ചോദിക്കും. എന്താ ചേച്ചി പ്രശ്നം? എന്റെ മോളെ ഈ പെണ്ണുപിള്ള വെറുതെ എന്നോട് മെക്കിട്ട് കയറാൻ വന്നിരിക്കുക. എന്തിന്റെ അസുഖ പെണ്ണുപിള്ള? നിങ്ങളുടെ അതേ അസുഖം. മരുന്ന് കഴിക്കുമ്പോഴേ എന്നെ കൂടെ ഓർത്താ മതി. കണ്ടില്ലേ കണ്ടില്ലേ, ഇന്നലെ കയറി വന്ന വേലക്കാരി പോലും നമ്മൾ വീട്ടുകാരെ പരിച്ചു തുടങ്ങിയിരിക്കുന്നു. ദേ ഇതിങ്ങനെ പോയാ 3ാം ലോക മഹായുദ്ധമല്ല 4ഉം 5ഉം 6ഉം എല്ലാം കൂടെ ഒന്നിച്ച് സംഭവിക്കും. സൂക്ഷിക്കണം മോളെ, സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ആദി നിക്ക് നിക്ക്. അയ്യോ ആദി, ഈ ബട്ടൺസ് പൊട്ടിയല്ലോ. അതൊന്നും സാരമില്ല, എനിക്ക് സമയമില്ല. നിക്ക് ഒരു മിനിറ്റ്, ഞാനിപ്പോ ശരിയാക്കാം. എനിക്ക് ലേറ്റ് ആയി. വേണ്ട, അഴിക്കണ്ട, ഞാൻ തയ്ച്ചുതരാം. കേൾക്കുന്നുണ്ടോ പൂജ എന്റെ ഹൃദയത്തുടുപ്പുകൾ? സംശയം എന്താ? ഇപ്പൊ എനിക്കത് വ്യക്തമായിട്ട് കേൾക്കാം. നിന്റെ മനസ്സ് പറയുന്നത് എനിക്കും കേൾക്കാം. എങ്കിൽ പറ, ഞാൻ എന്താ പറയുന്നേ? ഈ മനസ്സ് മുഴുവൻ ഞാനാണെന്നല്ലേ? ആദിയുടെ മനസ്സ് പറയുന്നതും അത് തന്നെയല്ലേ? ആണോ? പിന്നല്ലാതെ. അയ്യോ, വന്നോന്നിപ്പോ ഇവർക്ക് സമയം സ്ഥലം ഒരു വിഷയമല്ല. ഈശ്വര, ഇങ്ങനെ പോയാൽ എന്തെല്ലാം കാണേണ്ടി വരും. ഇതിങ്ങനെ വിട്ട ശരിയാവത്തില്ല. ആമിമോളെ, സർവ്വതും കൈവിട്ട് പോയല്ലോ. ആമിമോളെ, ഹലോ, നിങ്ങൾ എന്തുവാ ഈ കാണിക്കുന്നേ? ഈ വീട്ടിലെ വേറെയും താമസക്കാരുണ്ടെന്നുള്ള ചിന്ത നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണം. എന്റെ ബട്ടൺ പൊട്ടിപ്പോയി, അപ്പൊ അത് ശരിയാക്കി തരുമായിരുന്നു. നിന്റെ ബട്ടണല്ല, നിന്റെ എല്ലാം പൊട്ടിക്കിടക്കുക. എടി കൊച്ചെ, ഇവനോ ആക്രാന്തപുത്രന്. നിനക്കെങ്കിലും കുറച്ച് മര്യാദ കാണിച്ചൂടെ? എന്ത് മര്യാദ? എന്റെ കയ്യിൽ സൂചി ഇരിക്കല്ലേ. അയ്യോ, അതിനിടയ്ക്ക് പുതിയ കഥാപാത്രം വന്നു. ദേ ഇതുവരെ ബട്ടൺസ് തുന്നി കെട്ടിപ്പിടിച്ച് നിൽക്കുവായിരുന്നു രണ്ടും. ആ നിപ്പൊന്ന് കാണേണ്ടതായിരുന്നു മോളെ. ലാലേട്ടനും സുമലതയും തോറ്റുപോകും. 2 തൂവാനത്തുമ്പികള്. പ്രേമിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുപാട് പ്രേമിച്ച ഒടുക്കം ദുഃഖിക്കേണ്ടി വരും. ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാ ഇതുപോലെ അപകടം പിടിച്ചൊരു സാധനം വേറെയില്ല. ഡിപ്രഷൻ മുതല് സൂയിസൈഡ് വരെ എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ പിന്നെന്താ, ആരും ആരോടും ഒരുപാട് അടുക്കാതിരിക്കുക. അടുക്കും തോറും അകലത്തിന്റെ നോവ് കൂടും.
ഞങ്ങൾക്ക് നിപ്പുകൊണ്ടില്ലേ? Love involves strong emotions, attraction, possessiveness, and a desire for intimacy. ഈ പറഞ്ഞതില് ഏറ്റവും അപകടം ആ രണ്ടാമത്തേതാ, പൊസസീവ്നെസ്. നിന്റെ സ്നേഹം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നുള്ള നിർബന്ധ ബുദ്ധി. അതുണ്ടാവുമ്പോ പ്രണയത്തിന്റെ താളം കൈവിടും. അത് താനല്ലാതെ മറ്റൊരാൾക്ക് കിട്ടുന്നു തോന്നുമ്പോ എത്രമാത്രം നമ്മൾ പ്രണയിച്ചിരുന്നോ അതിന്റെ 1000 ഇരട്ടി ശക്തിയിൽ നമ്മൾ വെറുക്കും. ഒരു കുഴപ്പം മാത്രമേ പ്രണയത്തിനുള്ളൂ. മൂന്നാമതൊരാൾ. അയാളെ സൂക്ഷിക്കണം. അയ്യോ, എന്താടി, എന്താ നിനക്കൊരു കള്ളത്തരം? കള്ളത്തരോ? എന്ത് കള്ളത്തരം? അതെ, ആ കള്ള കണ്ണോണ്ട് നോക്കുന്നതുകൊണ്ടാ. ദത്തയുടെ വേഗം ഒരുങ്ങി ഇറങ്ങാൻ നോക്ക്. യൂണിഫോം ഇരിക്കുന്നു, എടുത്തിട്. എന്താടി എന്നെ പറഞ്ഞൂടാ നിനക്ക് വല്ലാത്തൊരു തിടുക്കം? എന്താടി എന്തായാലും ഗുലുമാല ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എന്ത് ഗുലുമാല്? അല്ല, എന്നെ ഫോളോ ചെയ്യാനോ പർദ്ദയിട്ട് ഓഫീസിൽ ഒന്ന് കള്ളത്തരം കാണിക്കാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നേരത്തെ ഒന്ന് പറഞ്ഞേക്കണം. എനിക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനാ. ഈ ദത്തന്റെ ഒരു കാര്യം, ഒരിക്കലും ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചു മനുഷ്യനെ ഒരുപാടങ്ങ് കളിയാക്കല്ലേ. അയ്യോ, ദേ ഷർട്ടിന്റെ ബട്ടൺ പൊട്ടിയിരിക്കുന്നു. ഓ, അതൊന്നും സാരമില്ല. എനിക്ക് സാരമുണ്ട്. എന്റെ ഭർത്താവിന്റെ ബട്ടൺ പൊട്ടിയ അതിന്റെ നാടക്കേട് എനിക്കല്ലേ? നീ എന്തൊക്കെയാടി പറയുന്നേ? ദത്തണ്ടെങ്കി വന്നേ, മാങ്ങോട്ട് വലിക്കാതെ പിടിച്ച് വിടാമി. മര്യാദക്ക് ദത്തണ്ട് ഇവിടെ ഒന്ന് നിന്നെ. ഇത് തുന്നി പിടിപ്പിച്ചിട്ട് പോയാ മതി. അതിന് നീ അവിടെ പോയി ബട്ടൺ കൊണ്ടുവരും. ബട്ടൺ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. എവിടെ? ഇങ്ങോട്ട് മാറിക്കേ. ഇവിടെ കാണും. കിട്ടിപ്പോയി. ദത്തണ്ണേ, അനങ്ങാതെ ഇവിടെ നിക്കണേ. ഞാൻ പോയി സൂചി നൂലെടുത്തോണ്ട് വരാം. ഇപ്പൊ വരവേ. ഈശ്വരാ, ഇവക്ക് എന്ത് പറ്റി?